കേരളത്തിൻ്റെ ചരിത്രത്തിലെ മാധ്യമപ്രവർത്തനത്തെ അടയാളപ്പെടുത്തുന്ന വളരെ സ്തുത്യർഹമായ ഒരു ദൗത്യമാണ് ആൻഡോ സാർ നിർവഹിച്ചു പോരുന്നത്. അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമെന്ന് മാത്രമല്ല, സമയോചിതവും സന്ദർഭോചിതവും ഒക്കെയാണ്. അദ്ദേഹം രണ്ട് വള്ളത്തിൽ ചവിട്ടിയാണ് നിൽക്കുന്നത്. ഒന്ന് കേന്ദ്ര വള്ളത്തിലും രണ്ട് സംസ്ഥാന വള്ളത്തിലും. സംസ്ഥാന വള്ളത്തിൽ മുട്ടിലുണ്ട്, മറ്റേ സ്റ്റേഡിയമുണ്ട്, അതടക്കമുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്ന് മാത്രമല്ല, കേരളത്തിന് അനുപമമായ ഒരുപാട് സംഭാവനകൾ നമ്മുടെ ഫുട്ബോൾ ടീമായ അർജൻറ്റീന ടീമിനെയും ലയണൽ മെസ്സിയെയും ഒക്കെ കേരളത്തിൽ കൊണ്ടുവന്ന് വളരെ കടുത്ത കേരളത്തിൻ്റെ സ്പോർട്സിനും ടൂറിസത്തിനും വലിയ ചരിത്രപരമായ ഗുണമുണ്ടാക്കി എന്ന് മാത്രമല്ല, ഇവിടെ വരാത്തതുകൊണ്ട് വേറൊരു സ്ഥലത്തും അദ്ദേഹം ഇന്ത്യയിലേക്ക് ഈ ലയണൽ മെസ്സിയൊന്നും വരുത്തിയതുമില്ല. ഇത് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വിശകലനത്തിൻ്റെ കുറിപ്പ് വായിക്കാനിടയായി. ആ വിശകലനത്തിൽ പുള്ളി പറയുന്നത്, ഞാനൊരു പോസ്റ്റ് കണ്ടിരുന്നു. അതായത് ഒരു ഉഷ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വയറ്റിൽ ഒരു കത്രിക കിടന്നു. അത് അത്രയും വർഷം അവിടെ കിടന്നു എന്ന് പറയുന്നത് മനുഷ്യരായിട്ടുള്ളവർ അത്ഭുതസ്തബ്ധരായി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, കേട്ട് നിൽക്കുകയാണ്. ഒരു കത്രിക ഒരു മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലവും നേരവും രാഷ്ട്രീയവും ഒക്കെ അവിടെ ഇരിക്കട്ടെ, പക്ഷേ ഒരു സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ ഇത് കിടന്നു എന്ന് പറയുന്ന ഒരു സംഗതി കണ്ടിട്ട് സാധാരണ ഈ പ്രണയബന്ധത്തിലും പ്രേമബന്ധത്തിലും അകപ്പെടുന്ന സ്ത്രീകളെ അതിജീവതകളോട് കണ്ണീരൊഴുക്കി ആൻഡോ മുതലാളിയും അരുൺ സാറും കൂടി സ്റ്റുഡിയോയിലിരുന്ന് കരഞ്ഞ് നമ്മുടെ ഡാമിൽ വെള്ളം പൊങ്ങുന്നത് പോലെ പൊങ്ങിയത് വരെ കണ്ട മലയാളികൾക്ക് മുന്നിൽ വളരെ വിചിത്രമായ ഒരു പ്രശ്നമാണ് ആൻഡോ മുതലാളി ഇതിനെ സമീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തുല്യവൽക്കരിച്ചുകൊണ്ട് അവതരിച്ചത്. അത് വേറൊന്നുമല്ല, കേരളത്തിലെ ആരോഗ്യവകുപ്പിലെ ജീവനക്കാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെക്കുറിച്ചാണ്. മുതലാളി കേരളത്തിലെ എല്ലാ മേഖലയിലും പണിയെടുക്കുന്ന ജീവനക്കാർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകൾ. മുതലാളിയൊക്കെ ഉള്ളു ഇതുപോലെ മരമൊക്കെ മുറിച്ച് രക്ഷപ്പെട്ട് ചാടി കയറിഞ്ഞ് വന്നത്. ഒരുപാട് മനുഷ്യർ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്. എല്ലാ മേഖലയിലും കഷ്ടപ്പാടുണ്ട്. ആ മേഖലയുമായി ബന്ധപ്പെടുമ്പോഴാണ് അറിയുന്നത്. ആ കഷ്ടപ്പാടുള്ളത് കൊണ്ട് ഒരു കത്രിക വയറ്റിനകത്ത് വെച്ചതിനെ എങ്ങനെയാണ് മുതലാളി ന്യായീകരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മുതലാളി ഇതിനകത്തൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മുതലാളിയുടെ വയറ്റിലോ മുതലാളിക്ക് പ്രിയപ്പെട്ടവർക്കോ ഉള്ളിൽ ഒരു കത്രിക വെച്ചാൽ എങ്ങനെ ഇരിക്കും? ഈ ന്യായീകരിക്കുന്നതും കഷ്ടപ്പാട് പറയുന്ന ജീവനക്കാരുടെ വയറ്റിനകത്തോ അവരുടെ മക്കളുടെ വയറ്റിനകത്തോ ആണെങ്കിൽ അവരെങ്ങനെ ന്യായീകരിക്കും? ഒരു സാമാന്യ നീതി വേണ്ടേ സംസാരിക്കുമ്പോൾ? ഇതെന്തിനേയും അങ്ങ് കൊട്ടേഷൻ എടുത്തതുപോലെ അതിൻ്റെ ഒരു മറുവശം പറഞ്ഞ് ഇതിനേക്കാൾ കഷ്ടപ്പാടാണ് ചായക്കടയിലെ പാചകപ്പുരയിൽ നിൽക്കുന്ന പാചകക്കാരനുഭവിക്കുന്നത്. അകത്തും പുറത്തും ചൂടുകൊണ്ട് വെന്ത് പൊള്ളിയാണ് അതിൻ്റെ മുമ്പിൽ നിന്ന് കോരി വാരിയിട്ട് 1000 രൂപയും 1500 രൂപയുമായിട്ട് വൈകിട്ട് പോകുന്നത്. അതുകൊണ്ട് 2 നെട്ടും ബോൾട്ടും വടക്കകത്ത് വെച്ചേക്കാനുള്ള അവകാശം അവർക്കുണ്ടോ? ഉണ്ടോ മുതലാളി? പോലീസുകാർ, ട്രാഫിക് പോലീസ് എന്ന പേരിൽ ഈ പറയുന്ന റോഡിൻ്റെ നടുവിൽ നിൽക്കുന്ന പോലീസുകാർ വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് ഓർത്തിട്ടുണ്ടോ എത്ര രൂപയ്ക്കാണ് പണിയെടുക്കുന്നതെന്ന്? ഹോം ഗാർഡ് എന്ന പേരിൽ. അതുകൊണ്ട് ഏതെങ്കിലും ഒരുത്തൻ്റെ ചെള്ളയ്ക്ക് 2 അടി കൊടുക്കാൻ അവർക്ക് അവകാശമുണ്ടോ? എന്തൊരു ന്യായീകരണമാണ് മുതലാളി പറയുന്നത്? പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന സഹോദരിമാരെ കണ്ടിട്ടുണ്ടോ? ഓളേമുക്കാ കായിനാണ് അവിടെ നിന്ന് ഇത് അടിച്ചടിച്ച് അതിൻ്റെ ഗന്ധം മുഴുവൻ മൂക്കിലും ലങ്സിലും എല്ലാം ഏറ്റുവാങ്ങുന്നത്. അതുകൊണ്ട് വരുന്നവൻ്റെ തലവഴിയെ പെട്രോൾ ഒടിക്കാൻ അവർക്ക് അവകാശമുണ്ടോ? ഉണ്ടോ മുതലാളി? ഇതുപോലെ ഓരോ മേഖലയിലും കഷ്ടപ്പെടുന്നവർ ഒരുപാട് മനുഷ്യരുണ്ട്. ഈ ആരോഗ്യ മേഖലയിൽ കഷ്ടപ്പെടുന്നതിന് ഈ കഷ്ടപ്പെടുന്ന ഡോക്ടർമാർക്ക് അതിനനുസരിച്ച് അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുന്നുണ്ടല്ലയോ ഡോക്ടർമാരാവാൻ എല്ലാവരും മത്സരിക്കുന്നത്. മുട്ടയെന്ന് വിരിയുന്ന പ്രായം മുതലേ ഡോക്ടറാക്കാൻ വേണ്ടി വളർത്തുന്നു. പ്രായപൂർത്തിയാകുമ്പോൾ പാലായി കൊണ്ടുവന്ന് പൂജയ്ക്ക് കൊടുക്കുന്നു. അവിടെ 2, 3, 4 വർഷം പൂജിച്ച് അവസാനം മാനസിക രോഗിയാവുന്നവരുണ്ട്, ഡിപ്രഷൻ ആവുന്നവരുണ്ട്. ഇതുവല്ലോ നഷ്ടക്കച്ചവടത്തിനാണെന്ന് ചെയ്യുമോ? പിന്നെ ആരോഗ്യവകുപ്പിലെ ജീവനക്കാർ എന്ന് പറഞ്ഞാൽ അവർ മാത്രമല്ല, എല്ലാ വകുപ്പിലെയും ജീവനക്കാർക്ക് കഷ്ടപ്പാടുകളുണ്ട്. അതുള്ളതുകൊണ്ട് അവർക്കതുകൊണ്ട് എന്താ കേരളത്തിലെ പോലീസുകാർക്കില്ലേ കഷ്ടപ്പാട്? അവരിക്കണ്ട കാര്യം മൊത്തം 5-6 പോലീസുകാർ ഒരു സ്റ്റേഷനിലല്ലേ 10 പേര് ഡ്യൂട്ടിക്കുണ്ടായിട്ട് ഈ പറയുന്ന തുള്ളുന്നവൻ്റെ തുള്ളൽ മുതൽ അനുശോചന സമ്മേളനം വരെ നിയന്ത്രിക്കാൻ വെയിലും കൊണ്ട് രായും പകലും ഇല്ലാതെ ഭാര്യയോടും കുടുംബത്തിനോടൊപ്പം പോലും ഒരുങ്ങി എങ്ങും പോകാൻ കഴിയാതെ ജീവിക്കുന്നില്ലയോ? അതുകൊണ്ട് പോലീസുകാരൻ വല്ലവൻ്റെയും വാരിയെല്ലാം ഒടിച്ചാൽ അവനെ വെറുതെ വിടാവോ? മുതലാളിയുടെ ഒരു ന്യായീകരണം എന്തൊരു ഗതികേടാന്ന് നോക്കണേ. ഇവരൊക്കെ മാധ്യമപ്രവർത്തകരായി ന്യൂസ് റൂം ചാനലിലിരുന്ന് ന്യായീകരിക്കുന്നു. വല്ല സ്ത്രീയുടെയും വയറ്റിനകത്ത് കത്രിക വെച്ചിട്ട് അതിന് കാരണം പറയുക ഒരുപാട് പണിയുള്ളവരാ. അതുകൊണ്ട് ഒരുപാട് പണിയുള്ളത് കൊണ്ട് എന്നാൽ 2-3 കത്രിക അതിനകത്ത് വെച്ചോ.